ISROയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കേരളത്തിൽ ജോലി ലഭിക്കും, 10ാം ക്ലാസ് മാത്രം മതി, അങ്ങനെ കരുതി നമ്മൾ പെട്ടെന്ന് അപേക്ഷിക്കാതെ ഇതിൻ്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അപേക്ഷിക്കേണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു ജോലി നമുക്ക് ലഭിക്കാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പം നിങ്ങൾ കാസർഗോഡോ അങ്ങോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടം വരെ പോകേണ്ട ചിലവ്, ഇത് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട ചിലവ്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഒരുപാട് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുക എന്നാണ് പറയുന്നത്. അപേക്ഷാ ഫീസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, പെർമനന്റ് ജോബാണ് എല്ലാം മനസ്സിലാക്കുക. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, പോസ്റ്റിന് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. ലഭിച്ചു കഴിഞ്ഞാൽ ISRO ജോലിയാണ്, നല്ലതാണ്, നല്ല ശമ്പളം, നല്ല ആനുകൂല്യം, കേന്ദ്ര സർക്കാർ ജോലിയാണ്, അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റും, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മറുവർഷം കൂടി നമ്മൾ നോക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തന്നെ. പക്ഷേ ഞാൻ PSCക്കൊക്കെ ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് പറയാറ്. കാരണം അതിന് ഫീസ് ഇല്ല, നമ്മുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അതൊരു കാലതാമസം എടുക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അവിടെ എഴുതിയിടാം, നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ പോലെ എഴുതിയിടാൻ പറ്റും. അതൊക്കെയാണ് അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ള പുതിയൊരു അപേക്ഷയുടെ കാര്യങ്ങൾ നോക്കാം. വലിയമലയിലേക്ക്, തിരുവനന്തപുരം വലിയമലയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ISRO വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൽ ബാംഗ്ലൂരിലേക്കുള്ള ഒഴിവും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പോസ്റ്റിനും പോസ്റ്റ് കോഡ് ഉണ്ടാകും. നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വെക്കുക. നിങ്ങൾ ഏത് പോസ്റ്റിനാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പോസ്റ്റ് കോഡ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ച് വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ആദ്യം തന്നെ മെക്കാനിക്കലാണ് 6 ഒഴിവാണുള്ളത്. വലിയമലയിലേക്ക് 3, ബാംഗ്ലൂരിലേക്ക് 3, അങ്ങനെ മൊത്തം 6 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 814 പോസ്റ്റ് കോഡ്, കെമിക്കലാണ്, വലിയമല, തിരുവനന്തപുരത്ത് ഒരു ഒഴിവാണ്. അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത വർക്കുള്ളത് 3 വർഷത്തെ ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്തത് 815 ഇലക്ട്രോണിക് മെക്കാനിക് പോസ്റ്റാണ്, ബാംഗ്ലൂരിൽ ഒരു ഒഴിവാണുള്ളത്. അപ്പോൾ അതിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക്സ് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് വേണം. അടുത്തത് ഫിറ്ററാണ്, 816 PSC പോലെ ബാറ് പറഞ്ഞതാണ്. അപ്പോൾ 816 പോസ്റ്റ് കോഡാണ് കേട്ടോ, 816. അപ്പോൾ അതിന് ഏകദേശം 9 വേക്കൻസി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 9 വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. വലിയമല 5, അതുപോലെ ബാംഗ്ലൂർ 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ SSLC 10ാം ക്ലാസ്സും അതുപോലെ ഫിറ്റർ ITI സർട്ടിഫിക്കറ്റുമാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യതയായിട്ട്. പിന്നെ 817 മെക്കാനിക്കലാണ്, വലിയമല, തിരുവനന്തപുരത്താണ് ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള ITI സർട്ടിഫിക്കറ്റുമാണ് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ്, അതായത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റുകളിൽ ഒന്നാണ് ഫയർമാൻ A എന്ന് പറയുന്ന പോസ്റ്റ്, ഫയർമാൻ ഗ്രേഡ് A. അപ്പോൾ അതിന് 19,900 മുതൽ 63,200 വരെയൊക്കെ ശമ്പളമുണ്ട്. ഏകദേശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് 802 അതിൻ്റെ പോസ്റ്റ് കോഡ്, ഫയർമാൻ A ആണ്. ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒന്ന് പരിഗണനയിൽ. വലിയമല, തിരുവനന്തപുരത്താണ് ആ ഒഴിവ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഒഴിവ് OBC വിഭാഗത്തിന് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക, അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അപ്പോൾ 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട്, 10ാം ക്ലാസ് മാത്രം മതി, ജസ്റ്റ് 10th പാസ്സായാൽ മതി. ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. പക്ഷേ ജസ്റ്റ് 10th പാസ്സായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ്, വിദ്യാഭ്യാസ യോഗ്യതയാണ് പറയുന്നത്, അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ദീസ് പോസ്റ്റ് ആർ ടെമ്പററി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, താൽക്കാലിക ജോലി മാത്രമാണ്, ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, തുടരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. പെർമനൻ്റ് ആവാനോ അല്ലെങ്കിൽ തുടരാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇത് ടെമ്പററി ആണ് കേട്ടോ, ടെമ്പററി പോസ്റ്റാണ്. ബാക്കിയുള്ള ശമ്പളം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ജോലി ലഭിക്കുന്നവർക്ക് ലഭിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ പേ സ്കെയിൽ അനുസരിച്ച് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടെമ്പററി പോസ്റ്റാണ് എന്ന് ശ്രദ്ധിക്കും. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് നമുക്ക് കിടക്കാം. ഏകദേശം 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം കണക്കാക്കുന്ന തീയതി 4/9/2026 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ്, ലാസ്റ്റ് ഡേറ്റ് ആണത്. അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അപ്പോൾ പോസ്റ്റ് കോഡ് 813 മുതൽ 817 വരെ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഫയർമാൻ ആണ് ബാക്കിയുള്ളത്. ഫയർമാൻ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 802 അതിൻ്റെ പോസ്റ്റ് കോഡ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവുണ്ട്, SC/STക്ക് 5 വർഷത്തെ പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഏജിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിന് OBCക്ക് മാത്രമേ കൊടുത്തത്, അവർക്ക് OBCക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ജോബ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ് ജോലി കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫയർമാൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഫയർ ഫൈറ്റിംഗ്, റെസ്ക്യൂ ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് പറയുന്നത്. മെയിൻ്റനൻസ് ആൻഡ് അപ്പ് കീപ്പിംഗ്, ഫയർ ഫൈറ്റിങ്സ്, ആ ഒരു എക്യുപ്മെൻറ്റ്സ് ആൻഡ് എക്സെപ്റ്റർ ആ സംഭവങ്ങളൊക്കെ
നോക്കലും കാര്യങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ പോസ്റ്റിലേക്കുള്ള ഫയർമാൻ എക്സ്ക്ലൂഡിങ് ഫയർമാൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫയർമാൻ ഇവിടെ ഇല്ല. അപ്പോൾ ഫയർമാൻ വെച്ച് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് ആദ്യം എഴുത്ത് പരീക്ഷ, പിന്നെ സ്കിൽ ടെസ്റ്റ്, ഇതിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടക്കുന്നത്. 90 മിനിറ്റിൻ്റെ പരീക്ഷയാണ്. 80 ചോദ്യം ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 1 മാർക്ക് ലഭിക്കും. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്ക് ഡിഡക്റ്റ് ആവുന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്കിൽ ടെസ്റ്റിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫയർമാൻ പോസ്റ്റാണ്. റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 120 മിനിറ്റിൻ്റെ ഒരു പരീക്ഷയാണ് നടക്കുന്നത്. 80 ചോദ്യം ഉണ്ടാവും. അതിൽ ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ച് നമുക്ക് ലഭിക്കും. 0.25 മാർക്ക് ഒരു ചോദ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകും. അതായത് 4 എണ്ണം തെറ്റിയ 1 മാർക്ക് പോകും എന്നർത്ഥം. ആ രീതിയിലാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി ഇവിടെ നമുക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫയർമാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീസ് അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, അപേക്ഷ തുടങ്ങുന്നത് ദി ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ വിൽ ബി അവൈലബിൾ ഫ്രം 18/8/2026 മുതൽ അപേക്ഷ തുടങ്ങി. ഏകദേശം നമുക്ക് 4/9/2026 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. അതിന് മുൻപ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീസിലേക്ക് കിടക്കുകയാണെങ്കിൽ പോസ്റ്റ് കോഡ് ശ്രദ്ധിക്കുക. ഈ കാണുന്ന പോസ്റ്റ് കോഡുകൾക്ക് ഇവിടെ പോസ്റ്റ് കോഡ് കൊടുത്തിട്ട് ആ പോസ്റ്റ് കോഡിലേക്ക് അപേക്ഷിക്കാനായിട്ട് നമുക്ക് 750 രൂപ ഫീസ് ഉണ്ട് കേട്ടോ. 750 രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഫീസിൽ നമുക്ക് റീഫണ്ട് ലഭിക്കും. SC ST ഫീമെയിലൊക്കെ ആകുന്ന സമയത്ത് വിൽ ബി റീഫണ്ട് ദി ഫുൾ ഫീ. എല്ലാ ഫീസും 750 രൂപ എന്ത് ചെയ്യും, അവർക്ക് റീഫണ്ട് ചെയ്യും. ഈ പറഞ്ഞ കാറ്റഗറിക്ക് മാത്രമാണ് കേട്ടോ. അതായത് SC ST ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവൻ പൈസയും തിരിച്ചു കിട്ടും. ബാക്കിയുള്ള കാറ്റഗറിക്ക് എന്ത് ചെയ്യും, അതർ കാൻഡിഡേറ്റ് വിൽ ബി റീഫണ്ട് 500 രൂപ. 500 രൂപ എന്ത് ചെയ്യും, അവർക്ക് തിരിച്ചു കിട്ടും. ബാക്കി ഫീ ആയിട്ട് വരുന്ന 250 രൂപയായിരിക്കും എന്നുള്ളതും കൂടി പ്രത്യേകം അവർക്ക് പറയുന്നുണ്ട്. ഈ കാണുന്ന പോസ്റ്റിന് മാത്രം കേട്ടോ. ഇനി അടുത്ത പോസ്റ്റുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പോസ്റ്റും നമ്മുടെ ഫയർമാൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനുമായിട്ട് 500 രൂപ അപേക്ഷാ ഫീസ് യൂണിഫോമലി പേ, എല്ലാവരും 500 രൂപ അടക്കണമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫീമെയിൽ SC ST വിഭാഗത്തിനൊക്കെ എന്ത് ചെയ്യും, റീഫണ്ട് ഫുൾ ഫീ എന്ത് ചെയ്യും, റീഫണ്ട് വിൽ ബി റീഫണ്ട് ഫുൾ ഫീ എന്ന് പറയുന്നുണ്ട്. ആദ്യഘട്ടം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫുൾ ഫീസ് നമുക്ക് തിരിച്ചു തരും. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 400 രൂപ തിരിച്ചു തരും. 100 രൂപ പിടിക്കും. അപേക്ഷാ ഫീസായിട്ട് 100 രൂപ പിടിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ക്ലോസിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത് 7/9/2026 തിങ്കളാഴ്ച വരെ നമുക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു ഫൈനൽ അനലിറ്റിക്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. താൽക്കാലിക ജോലിയാണ്, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനെന്ന് ശ്രദ്ധിക്കൂ. പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളിതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് ഫയർമാൻ പോസ്റ്റ് മാത്രമാണ് കേട്ടോ. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു ഫൈനൽ അനലിറ്റിക്സ് കൂടി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇതിനൊന്ന് റിവ്യൂ ചെയ്യാം. പോസ്റ്റുകൾ നിങ്ങൾ മെക്കാനിക്കൽ ഇങ്ങനെയുള്ള പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വിലയിരുത്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫയർമാൻ പോസ്റ്റിന് ഫോക്കസ് ചെയ്യുന്ന OBC കാറ്റഗറിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് OBC കാറ്റഗറി അപ്ലൈ ചെയ്യണം. ഓൾ ഓവർ ഇന്ത്യയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾ അപേക്ഷിക്കേണ്ടെന്ന് പറയല്ല, ഇതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ പോസിബിലിറ്റി കിട്ടാനുള്ള ചാൻസും നമ്മൾ നോക്കിയിട്ടാണ് ഞാനിതൊന്ന് വിലയിരുത്തുന്നത്. അപ്പോൾ കിട്ടാനുള്ള സാധ്യത ചുരുക്കം തന്നെയാണ്. സത്യം പറയുകയാണ്, ചുരുക്കമാണ്, ഒരു ഒഴിവാണുള്ളത്. അപ്പോൾ അതെങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ പല അവസ്ഥകൾ നമ്മൾ കാണുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബുദ്ധിമുട്ട് ജോലികളിൽ, ഇങ്ങനെയുള്ള ജോലികളിൽ വരുന്ന ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. ഇതൊക്കെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അത്ര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫീസും അടച്ച് ആ ഒരു ദൂരം വരെ പോയി നമുക്ക് പരീക്ഷ എഴുതാം, പാസ്സാവാം, ഒരു പ്രശ്നമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സ്കിപ്പ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ്. പക്ഷേ എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപേക്ഷിക്കരുത്, മോശം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മണി അതുപോലെ തന്നെ ടൈം എനർജിയൊക്കെ മറ്റൊരു പോസ്റ്റിന് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിന് പുറകെ പോകുന്നതിന് മറ്റൊരു പോസ്റ്റിന് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബെനിഫിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണെങ്കിൽ മറ്റുള്ള പോസ്റ്റിന് പഠിക്കുന്നുണ്ട്, എനിക്കിതൊന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും അപ്ലൈ ചെയ്യണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫീസ്, ഒന്നാമത്തെ കാര്യം ഫീസ്, നല്ലൊരു ഫീസ് ഉണ്ട്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ലെന്നാണെങ്കിൽ അതൊക്കെ നമ്മൾ ആലോചിക്കുക. പിന്നെ പെർമനൻ്റ് അല്ല, താൽക്കാലികമാണ്, പിന്നീട് സ്ഥിരപ്പെടുന്നു പറയുന്നുണ്ട്, അതും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള റിസ്കിലൊന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. നല്ല പോസ്റ്റ് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും പറയും കണ്ണും പൂട്ടി അപ്ലൈ ചെയ്തു. ഇത് നല്ലതല്ല എന്നല്ല, റിസ്ക് എലമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന പോസ്റ്റുകൾക്ക് അതിൻ്റെ ഒരു നല്ല വശവും മോശവശവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കുറേ പേര് അപ്ലൈ ചെയ്യുന്നു, കുറേ ദൂരം പോകുന്നു, അവർക്ക് നിരാശ സംഭവിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം വീഡിയോൻ്റെ അവസാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്.
അപ്പോൾ നല്ല പോസ്റ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ തിങ്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. സോ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.